ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ റമദാൻ വ്ളോഗിലെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അത്താഴത്തിന് ഇന്ന് പരിപ്പ് താളിച്ചത്, അതുപോലെ തന്നെ മെഴുക്ക് വരട്ടിയും ചോറും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കാൻ ഇന്ന് പത്തിരി അതുപോലെ തന്നെ ചിക്കൻ കറി ആയിരുന്നു. അപ്പം ഫ്രൈ ഐറ്റംസ് ഒന്നും ഇന്ന് വേണ്ട. ഞാൻ സാധാരണ പൊതുവേ ഒരു 4-5 നോമ്പിനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഒന്നുകൂടെ വിട്ടിട്ട് മാത്രം ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കാറുള്ളൂ. അപ്പം അങ്ങനെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്താക്കി പിന്നെ പത്തിരിക്കുള്ള കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറി ഒന്ന് തിളപ്പിച്ച് വെച്ചു. തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ പത്തിരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡ്രിങ്കും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഒരു പിടി ബദാമും അതുപോലെ തന്നെ ക്യാഷും എടുത്തിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളത്തിലാണ് ഇവിടെ കുതിർത്തി വെച്ചത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ രാവിലെ മുതൽ ഒരു പച്ചവെള്ളത്തിൽ തന്നെ കുതിർത്തിട്ടാൽ മതി. അപ്പോൾ ബദാം തൊലി കളഞ്ഞിട്ട് അതുപോലെ തന്നെ ക്യാഷു ഇട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് ശേഷം അതിലേക്ക് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും പിന്നെ വാനില എസൻസ് ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് പാലും അതുപോലെ തന്നെ നമുക്ക് തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിളും അതുപോലെ തന്നെ അനാറും പിന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതിൻ്റെ ഐസ്ക്രീമും കൂടി വാനില ഐസ്ക്രീമും കൂടി ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡ്രിങ്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാൻ തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുനാഫ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ചെറിയൊരു ഇഫ്താറായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്